ക്രൈസ്ത ലോർഡ്. എല്ലാവർക്കും കർത്തവ്യേശ്വരയുടെ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ പ്രഭാതം ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. വിവിധ ഇടങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ, വിവിധ പട്ടണങ്ങളിൽ, വിവിധ രാജ്യങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, സഹോദരങ്ങൾക്കും, പ്രിയപ്പെട്ടവർക്കും ഈ ആത്മമന്ന ശുശ്രൂഷ നിർവഹിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ബലം പകരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, അവൻ കൈ നീട്ടി അവനെ തൊട്ടു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധമാകാം എന്ന് പറഞ്ഞു. മാത്യു ചാപ്റ്റർ 8:3, അവൻ കൈ നീട്ടി അവനെ തൊട്ടു. കർത്താവ് കൈ നീട്ടി ആരെ തൊട്ടു? കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന. മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വളരെ പുരുഷാരം പിന്തുടർന്നു. അവൾ ഒരു കുഷ്ഠരോഗി വന്ന് യേശുവിനെ നമസ്കരിക്കുന്നു. കർത്താവ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയുമെന്ന് പറയുന്നു. കർത്താവ് കൈ നീട്ടി അവനെ എന്ത് ചെയ്യുന്നു? തൊട്ടു. അപ്പോൾ സാധാരണക്കാർ അവിടുത്തെ ഒരു പശ്ചാത്തലം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ച് തൊടാൻ കൂട്ടാക്കത്തില്ല. കാരണം ആരാ? കുഷ്ഠരോഗിയാണ്. പക്ഷെ കർത്താവ് വിഷയത്തെ എന്ത് ചെയ്യുന്നു? തൊട്ടു. എന്നെ ചിന്തിപ്പിച്ചത്, ബാക്കി സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ വിഷമസന്ധിയിൽ ആരും നമുക്ക് വേണ്ടി കൈ നീട്ടാനില്ലെങ്കിലും, ആരും നമ്മളെ തൊടാനില്ലെങ്കിലും, ആരും നമ്മളെ ആശ്വസിപ്പിക്കാനില്ലെങ്കിലും, ആരും നമുക്ക് ബലം പകരാനില്ലെങ്കിലും, ആരും നമ്മെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും, ഇന്ന് പ്രഭാതത്തിൽ ഒരു കരം നമ്മളെ നീട്ടി തൊടും. ഹല്ലേലൂയ. നമ്മളെ താങ്ങിയെടുക്കും, നമ്മളെ കരകയറ്റും, നമ്മളെ നിലനിർത്തും, നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ പ്രിയപ്പെട്ട ദൈവമക്കളെ? ഇവിടെ വായിക്കുന്നു, അവൻ കൈ നീട്ടി എന്ത് ചെയ്യുന്നു? അവനെ തൊട്ടു. കർത്താവ് കൈ നീട്ടി അവനെ തൊട്ടു. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, അവിടെ കുഷ്ഠരോഗി ഈ കർത്താവ് തൊടുമ്പോൾ ഒരുപക്ഷെ അവിടെ നിന്നവർക്കും അവിടെ ഉള്ളവർക്കൊക്കെ മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിക്കാണാം. കാരണം കുഷ്ഠരോഗി അകറ്റി ആട്ടിപ്പായിക്കുന്ന ഒരു അനുഭവമാണ്. പക്ഷേ അവിടെ യേശു അവനെ തൊട്ടു, സുഖമാക്കാനിടയായി. ഇന്ന് അതേ പ്രഭാതവേളയിലും ചിലരൊക്കെ നമ്മളെ പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ, ചിലരൊക്കെ നമ്മളെ മാറ്റി നിർത്തിയിരിക്കുമ്പോൾ, ഇന്നും ഒരു കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നുണ്ട് കേട്ടോ. എന്നെ കേൾക്കുന്ന സഹോദരി, സഹോദര, കർത്താവിൻ്റെ ദാസനെ, എന്നെ കേൾക്കുന്ന കുഞ്ഞെ, കർത്താവിൻ്റെ കരം, അത്ഭുതകരമായ ഒരു കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നുണ്ട് കേട്ടോ. അത് കർത്താവിൻ്റെ കരമാണ്. അതിശയകരമായ ഒരു കരം നമ്മളെ തൊടുന്നുണ്ട്. അതെൻ്റെ യേശുവിൻ്റെ കരമാണ്. ഇന്നും ആർക്കും സുഖപ്പെടുത്താൻ കഴിയില്ലെന്ന് പറയുന്ന ആ വിഷയത്തെ എൻ്റെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുക. നീക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ ജോലി വിഷയത്തെ കർത്താവ് നീക്കും. ആ തടസ്സങ്ങളെ എൻ്റെ കർത്താവ് നീക്കി അതിനെ തൊടുക. ആ ജോലി വിഷയത്തെ കർത്താവ് തൊടും. ഹല്ലേലൂയ. ആരോഗ്യ സംബന്ധമായ വിഷയത്തെ കർത്താവ് തൊടും. അഡ്മിഷൻ സംബന്ധമായ വിഷയത്തെ എൻ്റെ കർത്താവ് തൊട്ട് എന്ന് പ്രഭാതത്തിലും സൗഖ്യമാക്കുവാനിടയായിത്തീരും. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനാട് സ്തോത്രം. കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തി കർത്താവേ കൃപയിൽ നമ്മളെ നിർത്തണം, അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.